ടീമിന്റെ ആ യുദ്ധം, കോമഡി യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഹങ്കാരമുണ്ട് എല്ലാവരും. വടക്കേക്കര പറ. അതെ, ഇവരുടെ അഹങ്കാരം തച്ചുടയ്ക്കാൻ വേണ്ടി നമുക്കൊരു വെറൈറ്റി പെർഫോമൻസ് ഇറങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ ആങ്കറിംഗിൽ നിങ്ങൾ ആരെങ്കിലും തോപ്പിക്കുന്ന ഒരാളെ അത് നിങ്ങൾക്ക് പറ്റുമോ ചേട്ടാ? നമുക്കേ ഈ മിമിക്രി രംഗത്തുനിന്ന് ഇവരുടെ വായടപ്പിക്കാൻ കഴിവുള്ള ആരെങ്കിലും കിട്ടുമോ? കിട്ടുമെന്നാ? നിങ്ങളല്ലേ? നിങ്ങളല്ല, ഞാനല്ല, ഞാൻ ജഡ്ജല്ലേ ഇപ്പൊ. അതായത് മലയാള മിമിക്രി ലോകത്ത് നിന്ന് സിനിമയിലേക്ക് പോയി കട്ടപ്പന, ഋത്തിക് റോഷൻ, അമർ അക്ബർ, അന്തോണി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ബിബിൻ ചേട്ടനാ. പിന്നെ അദ്ദേഹം ബിബിൻ ജോർജ് അല്ല, എന്റെ ഫ്ലോ കളയല്ലേ. അതിനുശേഷം അദ്ദേഹം UK പോയി. ഇവിടെ പോയി ഉച്ചക്കടയിലല്ല, UK, യുണൈറ്റഡ് കിങ്ഡം. ഉച്ചക്കടയിൽ പോയി അദ്ദേഹം ജോലി ജീവിച്ചതിന്റെ ഭാഗമായി പെട്ടെന്ന് കോമഡി മാസ്റ്റേഴ്സിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഫോർമാറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, അപ്പൊ ഒന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് എടുത്ത് ഇത്രയും ഫ്ലൈറ്റിന്റെ റേറ്റ് ഫ്ലൈറ്റ് എടുത്ത് പുള്ളി നാട്ടിൽ വന്ന് കോമഡി മാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമോ? പുള്ളിക്ക് മലയാളം അറിയാം. ട്രംപിന്റെ സൗണ്ട് എടുക്കുമായിരിക്കും. UK എവിടെ ട്രംപ് മാച്ചുകളാ മൊത്തം മാച്ചുകളാ. പ്ലീസ് വെൽക്കം കലാഭവൻ ദിലീപ്. ഹലോ, ഹായ് കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. വെൽക്കം ബാക്ക് ടു അല്ലേ? അതെ, വെൽക്കം ബാക്ക് ടു. അമൃതയുടെ ഫ്ലോറിൽ ഒരു 4 വർഷം ശേഷം വരുന്നത് അല്ലേ? 4 വർഷത്തിന് ശേഷം ആദ്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് എലീനയോടൊപ്പം ഉണ്ടായിരുന്നു ഷോയിൽ, അമൃത TV തന്നെ. പിന്നെ നമ്മുടെ പിഷാരിയുടെ ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും യൂട്യൂബിൽ ഇപ്പൊ എന്റെ പേരടിക്കുമ്പോ ആദ്യം വരുന്ന എലീനയുടെ ഷോ തന്നെയാണ്. ഇതിപ്പോ നമ്മൾ ഇറക്കിയിട്ട് ഒരുമാതിരി അവര് കൊണ്ടുപോയല്ലോ. ഇല്ല, കഴിഞ്ഞ UK പോണതിന് മുമ്പുള്ള കലാമണി പുരസ്കാരം എനിക്കും ശ്രീവിദ്യക്കും അഖിലിനോട് ഒരുമിച്ചായിരുന്നു മേടിച്ചത്. അതെ അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. ട്രംപിന്റെ ഫിഗർ ചെയ്യുന്നു. അതെ, ഫിഗർ ചെയ്താൽ മതിയോ? സൗണ്ട് വരണം. സൗണ്ട് ചെയ്യാം, കുഴപ്പമില്ല. സൗണ്ട് ചെയ്യാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇറക്കിക്കോ. തീർച്ചയായും ഇതെന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ്. അതിന് അമൃത TVയോടും ഒപ്പം നിങ്ങളെല്ലാവരോടും കോമഡി മാസ്റ്റേഴ്സിനോടും ഏറ്റവും ഉപരി എൻ്റെ പൊന്നിന്റെ നാദിഷ്കയോടുള്ള നന്ദി ഞാൻ പറയുകയാണ്. കാരണം സിനിമയിൽ 15ഓളം സിനിമകൾ ചെയ്തു. നാഷിക്കയുടെ ഓൾമോസ്റ്റ് എല്ലാ സിനിമയും തന്നെ ചെയ്യാൻ പറ്റി. അമ്മയുടെ മെമ്പർഷിപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും മേഡത്തോടും എനിക്കൊരു കടപ്പാടുണ്ട്. പണ്ടത്തെ ഒരു ചാനലിലെ ഒരു ഷോയിലെ സ്പെഷ്യൽ എപ്പിസോഡ് വന്നപ്പോ എനിക്കൊരു കെട്ടിപ്പിടുത്തം തരാനുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അടുത്ത ആളെ കെട്ടിപ്പിടിച്ച് ഇനി അടുത്ത അമ്മ മെമ്പർഷിപ്പ് കഴിഞ്ഞ് കിട്ടാം. ആയിക്കോട്ടെ, നാക്ക് പൊന്നാവട്ടെ. അപ്പോ ഞാൻ ചെറിയ സ്പോട്ട് ഡബിലേക്ക് കിടക്കാം. ആദ്യം ഒരു സ്പോട്ട് ഡബ്, അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ പരിപാടിയുണ്ട്, ഒരുപാടുണ്ട്. ഒന്നിനും തുടങ്ങാം. കൊള്ളാം, ഇവരാള് കൊള്ളാം. എന്താ പേര്? അതിനിടയിൽ അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. പിള്ളച്ച പിള്ളേര് കണി കാണിച്ചത് എന്താ കാണിച്ചത്? കാണിച്ചുതരാ. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടാ? വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേട്ട സന്ധ്യത് വേട്ട, കുട്ടിയതാകാലോ. താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ ഇറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി, എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകണം. അതാ പറഞ്ഞവന്റെ അവന്റെ തന്തയുടെ പറഞ്ഞത് 16 തന്തയ്ക്കുണ്ട് അവിടെ. എന്റെ പറ്റും വീടും ഇതുപോലെ ധാരികളൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒരു കാര്യം പഠിച്ചത്, ഞാൻ കുടുംബത്തിൽ പെടുത്താ, എനിക്ക് സംസ്കാരമുള്ള എന്റെ വായുന്നൊരു മോശം വർത്താനം വീഴിയല്ല. പിന്നെ ഇതൊരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു പെണ്ണിനെ കള്ളിപ്പട്ടേ തക്കപ്പെട്ടേന്ന് വിളിച്ചെന്ന് വെച്ചു. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ജീവിച്ചിരുന്നപ്പോ നിങ്ങൾ നൽകിയ സ്നേഹം മരിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് നിങ്ങൾ തരുന്നുവെന്ന് കാണുമ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ജീവിച്ചത്, പക്ഷേ എൻ്റെ അടുത്ത് വരുന്ന ഓരോ ആളുകൾക്കും എന്നിൽ പറ്റാവുന്ന ഒരു സഹായം ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മകനെയും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്നും ഈ കുഞ്ഞുണ്ടാവും, നിങ്ങളുടെ പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞായിട്ട്. എന്നും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആവട്ടെ. നിങ്ങളുടെ സ്നേഹം ഇനിയും എനിക്കുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയോടെ നിർത്തുന്നു. കുറച്ച് മീനാ ചന്തമെടുത്തി വരാല് ഉടമ്പിലിട്ട് വെച്ചാ മതി, കാലക്കും. കാലിന്ന് പിടിച്ചതായിരിക്കും അല്ലേടാ? അല്ല, കക്കൂസിന്ന് ചൂണ്ടിയിട്ട് പിടിച്ചതാ. അച്ഛാ, എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ?
ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കിട്ടിയുള്ള വല്ല വാർഡിലെങ്ങാനും കിടന്നാ പോരായിരുന്ന. ഇവിടെയാകുമ്പോ TV ഉണ്ടല്ലോ. ഇന്നാണ് നോമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിന്റെ അച്ഛൻ അഖിൽ കൗലിയൂരാണോ കുട്ടിയേക്കിലാണോ എന്ന് ഇന്നറിയാം. ഇതാണോ ദീപ്തി? എല്ലാം റെഡിയല്ലേ? റെഡിയാണ് സാർ. നേരെ മെഡിക്കലിൽ കൊണ്ടുപോവാ. അവിടെ നേരെ മേജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക്. റിമാൻഡ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തേക്ക്. ജയിലിലെ മീൽ ടൈം കഴിഞ്ഞാണോ? ഓക്കെ സാർ. എടാ കൊച്ചനെ, ജയിലിലെ ശാപ്പാടൊക്കെ കുറെ ഉണ്ടതാടാ. പണ്ട് ഉണ്ടയായിരുന്ന കാലം തൊട്ടുള്ള വഴക. നീ അത് കാണാ. എടോ വച്ച് വൈപ്പിക്കാതെ വിളിച്ചോണ്ട് പോടും സാർ. ഹലോ, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ പോലിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? 307 താഴെയാടോ 290 IPC. എനിക്കിവിടെ വലിക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റാണോ അതോ ചാനൽ അവതാരകനാണോ എന്നൊക്കെ. പക്ഷെ ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ഡബ് ചെയ്യുന്നുണ്ട്. മല്ലു സിംഗിൽ ഡബ് ചെയ്തപ്പോഴാണ് ഉണ്ണിമൂന്നിന് വേണ്ടി പല ആളുകളും എന്നെ ശ്രദ്ധിക്കുന്നത്. നമുക്ക് അത് കാണാം. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് ചേർത്ത് വിളിക്കുന്ന അഭിമാനം. തൂ മുझे बुला सकता है മല്ലു സിംഗ്. എനിക്ക് വേറെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രതിനിർവഹത്തിൽ ശ്വേത ചേച്ചി അഭിനയിച്ച സീനുണ്ടല്ലോ. ഈ ശ്വേത ചേച്ചിക്ക് പപ്പുവായിട്ട് കിട്ടിയ നടൻ നമ്മളുടെ PC ജോർജ് സാറിനൊരു ആഗ്രഹമുണ്ട് ശ്വേത ചേച്ചിയോടൊപ്പം പപ്പുവായിട്ടൊന്ന് ചെയ്യണമെന്ന്. അപ്പൊ അത് അദ്ദേഹമായിരുന്നെങ്കിൽ ഒന്ന് നോക്കാം. എന്റെ പൊന്നു ശ്വേതക്കൊച്ചേ, ഞാനേ ഒരുപാട് നാള് ഭസ്മൊക്കെ തൂക്കിയത് വശീകരിക്കാൻ വേണ്ടി നടന്നതാ. പക്ഷെ എന്റെ കാര്യം എന്താണെന്നറിയോ, കൊച്ചിനെ കണ്ടപ്പോ തൊട്ട് കല്യാണം കഴിക്കണതായിരുന്നു എന്റെ ആഗ്രഹം. കൊച്ചു പെട്ടെന്നൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. ഇനിയിപ്പോ രണ്ടാമതൊരു കല്യാണം ആലോചിക്കാന്ന് വെച്ചാ ഷോൺ ജോർജ് സംഭവിക്കുക. കാരണം അവര് പാലായിൽ കിട്ടാമെന്ന് വോട്ട് ഞാൻ കാരണം പോയി എന്നാ പറയുന്നത്. ഇനി ഈ പേരൂടെ കൂടി ശ്വേതയുടെ ആരാധകർ അവർ വോട്ട് ചെയ്തില്ലെങ്കിൽ അതും തോറ്റുപോകും. എനിക്ക് വീട്ടിൽ ചെല്ലാനുള്ള. അതുകൊണ്ട് കൊച്ചേ എന്തെങ്കിലും നിർത്തിയുണ്ടെങ്കിൽ അടുത്ത ചെറുപ്പത്തിൽ നമുക്ക് കാണാം. അങ്കിൾ ഷോൺ വരെ ഓക്കെ ആയിരുന്നു. പക്ഷെ അങ്കിളുടെ പേര് പറഞ്ഞപ്പോഴെന്നെ എന്റെ രതിനിർവ്വത അവിടെ പോയി. പക്ഷെ ഇതുവരെ ചിന്തിക്കാത്തൊരു തീരെ ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ഇതാണ് PC ജോർജ് പപ്പുവായിട്ട്. പപ്പുവായിട്ടേ PC ജോർജ് സാറിനെ നമ്മൾ കേട്ടല്ലോ. ഇതുപോലെ വേറെ കുറെ പേര് പപ്പുവായിട്ട് വന്നാ കൊള്ളാം എന്ന് അല്ലെ കേട്ടാ കൊള്ളാം. വേറെ സൗണ്ടുകൾ ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും. നിനക്ക് കുറച്ച് ജാസ്തി എനിക്ക് തോന്നുന്നു വിനയ് ഫോർട്ട്. വിനയ് ചേട്ടനാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ചേട്ടൻ പപ്പുവിന് പറ്റിയ ആളാണ്. അല്ലേ? ആ സൗണ്ട് ആ ഒരു അതെങ്ങനെ ഉണ്ടാവും നോക്കാൻ തിരിവേട്ടാ. ശ്രമിച്ചു നോക്കാം. എന്താ പൊന്നത് ചേച്ചി, എന്റെ കാലം ചേച്ചിക്കൊപ്പാണ്. ആ വിളിയൊന്നും കേൾക്കാൻ തെറ്റ് ചെയ്യാത്തവരാരുമില്ല പപ്പു. ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ ജീവിതം ധന്യമായി ചേച്ചി, എന്റെ ജീവിതം ധന്യമായി. അജു വർഗീസ് നല്ല ഓപ്ഷൻ ആയിരിക്കും. നൈസ്. എന്റെ പൊന്നി രതി ചേച്ചി, 100 വട്ടം ഞാൻ പറഞ്ഞു എന്റെ ജീവിതം എന്ന് പറഞ്ഞ ആ പപ്പു എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിട്ട്. എന്റെ പൊന്നി ചേച്ചി, ചേച്ചി ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഇനി ആരുടെ കേൾക്കാൻ പറ്റും? അടുത്ത ആരുണ്ട്? ക്യാപ്റ്റൻ രാജു അങ്കിൾ. ക്യാപ്റ്റൻ രാജു പപ്പുവായിട്ട്. അയ്യോ, എന്റെ പൊന്നുപോലെ രതി, നിനക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഈ നാടും നാട്ടുകാർ ആരൊക്കെ നിർത്താനും ഈ സർക്കസും കൂടാരോ നിന്റെ പേരിൽ എഴുതി തന്നേക്കാം. ആ പപ്പു എന്നും എന്നെ വിളിക്കാൻ പറ്റുമോ? അത് മതി എനിക്ക്. ഇനി മുതൽ ഞാൻ ക്യാപ്റ്റൻ രാജു അല്ല, ക്യാപ്റ്റൻ പപ്പു. പക്ഷെ നല്ല വോയിസ്, നല്ല പേഴ്സണാലിറ്റി, നല്ല വോയിസ്. ആൻഡ് യുവർ ചോയ്സസ് എല്ലാം ഭയങ്കര പുതുമ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ രതി നിർവേദം, അതാണ് ഇന്നത്തെ ഞാൻ ആ ഷോക്കിലാണ് ജോർജ് അങ്കിളിനെ പറ്റി. ഒരുപാട് സന്തോഷം. കാരണം പ്രവാസ ജീവിതത്തിനിടയിലും കല കൊണ്ടുനടക്കുന്നതിലും അവിടെ ഒരുപാട് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും മനസ്സ് അറിഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് മനസ്സ് പറഞ്ഞു. കാരണം ഈ ഫ്ലോറിൽ നിന്നൊക്കെ പോയ ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ഈ ഫ്ലോറിലെ TV-യിൽ ഈ പ്രോഗ്രാം കാണുമ്പോൾ വീണ്ടും വരാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഇവിടുന്ന് തന്നെ കിട്ടിയ ഒരു പ്രചോദനം തന്നെയാണ്. പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും തന്നെ ഇപ്പോൾ ഇന്ന് നല്ല രീതിയിൽ എത്തിയിരിക്കുന്നു, സിനിമയിൽ എത്തിയിരിക്കുന്നു, തിരക്കുള്ള ആളുകളാവുന്നു. ഒരുപാട് സന്തോഷം. നമുക്ക് അതിലൊക്കെ അഭിമാനിക്കാം. വീണ്ടും തിരിച്ചു വരിക, ഇതുപോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഇവിടെ വരാ, പെർഫോം ചെയ്യാ, വീണ്ടും പറക്കുക. തീർച്ചയായിട്ടും എപ്പോൾ അവസരം കിട്ടിക്കഴിഞ്ഞാലും വന്നിരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അവിടെയുള്ള എല്ലാ മലയാളീസിനോടും നമ്മുടെ അന്വേഷണം പറയണം. തീർച്ചയായിട്ടും. ഓക്കെ.